പേര് ശരൺ എന്നാണ്. ഞാനിവിടെ അസറ്റ് ഹോംസിലാണ് വർക്ക് ചെയ്യുന്നത്. അസറ്റ് ഹോംസിൽ സീനിയർ എഞ്ചിനീയറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ എൻ്റെ പെറ്റിൻ്റെ പേര് ജൂലി എന്നാണ്. എനിക്ക് 2 പെറ്റാണുള്ളത്. ഒന്ന് ലാബ്, ഒന്ന് ഒരു അമേരിക്കൻ പുള്ളിയാണുള്ളത്. ജൂലി ഞാനൊരു 35 ദിവസം പ്രായമുള്ളപ്പോഴാണ് എടുത്തത്. ഇത് എടുത്തിട്ടിപ്പോൾ ഒരു 4 വർഷമായി. ഇതിപ്പം 2 ലിറ്റർ കഴിഞ്ഞ ആളാണ് ജൂലി എന്ന് പറയുമ്പോൾ ജൂലി ഭയങ്കര ഹൈപ്പർ ആക്റ്റീവാണ്. നമ്മൾ പല ലാബിനെ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും. അതായത് ഈ ആൾക്കാരുടെ ഇടയിൽ കിടന്നിട്ട് ആൾ വന്നാൽ കുരയ്ക്കില്ല, അങ്ങനെയൊന്നുമല്ല. ജൂലി ഭയങ്കര ഹൈപ്പർ ആക്റ്റീവാണ്. ഹൈപ്പർ ആക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹൈപ്പറാണ്. ജൂലിയുടെ പപ്പീസ് ആണെങ്കിലും ഹൈപ്പറായിരുന്നു. ഇതൊരു ഇമ്പോർട്ടൻ്റ് ലീനേജിലുള്ള സാധനമാണ്. ഞാനിത് ഊട്ടിയിൽ നിന്ന് എടുത്തതാണ്, ഊട്ടിയിൽ നിന്ന് മേടിച്ചതാണ്. ഭയങ്കര ഹൈപ്പർ ആയിട്ട് ആക്റ്റീവായിട്ടുള്ള ആൾക്കാരുമായിട്ട് ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ്. ആൾ ഭയങ്കര പൊസസീവാണ്. അതായത് നമ്മളിപ്പോൾ വേറൊരാളെ ഒരു ഡോഗിനായിട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് പുള്ളിക്കാരത്തേക്ക്, ഭയങ്കര വിഷയമാണ്. ഇത് എനിക്ക് ആദ്യം ഇതിനു മുമ്പേ ഒരു റോട്ടായിരുന്നു. റോട്ട് ഭയങ്കര അഗ്രസീവാണ്. അഗ്രസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. വീട്ടിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കടിക്കുക, അങ്ങനത്തെ പ്രശ്നമൊക്കെയാണ്. അപ്പോഴാണ് ഞാൻ ഈ ലാബ് എൻ്റെ ഇത് ആദ്യത്തെ ഇത് 2ാമത്തെ ലാബാണ്. ആദ്യത്തെ ലാബെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയല്ല, ഇത്ര ഹൈപ്പറൊന്നുമല്ല. ഫുൾ ടൈം നമ്മളിങ്ങനെ കെട്ടിയിടാറൊന്നുമില്ലായിരുന്നു. ഫുൾ ടൈം വീട്ടിനകത്ത് അഴിച്ചു വിട്ടേക്കുന്ന സാധനമായിരുന്നു. ഭയങ്കര ആൾക്കാരുമായിട്ട് ഭയങ്കരമായിട്ട് മിംഗ്ലിങ്ങുള്ള സാധനമാണ് ഈ ലാബ്. അങ്ങനെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ എടുത്ത സാധനമാണ്. ആദ്യത്തെ ലാബും അങ്ങനെ തന്നെയാണ്, 2ാമത്തെ ലാബും. ഇത് 2ാമത്തെ ലാബാണ് ഞാൻ വളർത്തുന്നത് 2ാമത്തെ ലാബ്. ഭയങ്കര കാര്യമാണ് ഈ ലാബിന്. ഭയങ്കര ആൾക്കാരുമായിട്ട് ഭയങ്കര മിംഗ്ലിങ്ങാണ്, ഭയങ്കര സ്നേഹമാണ് ആൾക്കാർക്ക്. ഫുഡ് ഹാബിറ്റ്സാണ് നമ്മൾ എടുത്ത് പറയേണ്ട ഒരു സംഭവം. മനുഷ്യരെന്താണ്, ആൾക്കാരെന്താണ് കഴിക്കുന്നത് അത് മാത്രം കൊടുത്താൽ മതി. ഒരു മെയിൻ്റനൻസും ഇല്ലാത്തൊരു ഡോഗാണ് ലാബ്. അത് നമ്മൾ രാവിലെ എന്ത് കഴിക്കുന്നു, നമ്മൾ എത്ര നേരം ആഹാരം കഴിക്കുന്നു അത് കൊടുത്താൽ മതി. ഞാനിത് 3 നേരം ആഹാരം കൊടുക്കുന്നതിന്. അത് 3 നേരം അവൻ കഴിച്ചില്ലെങ്കിൽ അവൾ കിടക്കില്ല. രാത്രി ഒരു 9:30-10 മണി നമ്മൾ കുറച്ച് ലേറ്റായി കഴിഞ്ഞാൽ തന്നെ കിടന്ന് വിളിച്ച് ബഹളം കഴിച്ച് ഞാൻ എന്തെങ്കിലും കൊടുത്ത് കഴിഞ്ഞാൽ മാത്രമേ അത് സമാധാനമായിട്ടിരിക്കുകയുള്ളൂ. അങ്ങനെ ഒരു ആളാണ്. സ്നേഹം എന്ന് പറയുമ്പം എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഈ അവിടുന്ന് വണ്ടിയും കൊണ്ട് വരും. എൻ്റെ ഈ വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഇവിടുന്ന് ആൾ ബഹളം തുടങ്ങും, കൊര തുടങ്ങും. നമ്മൾ വീടിനകത്ത് ഈ വണ്ടി കൊണ്ട് കയറിക്കഴിഞ്ഞാൽ മാത്രമേ ഇതാത് നിർത്താറുള്ളൂ. അങ്ങനെയാണ് എനിക്ക് സ്നേഹം തോന്നിയിട്ടുള്ളത്. പിന്നെ എൻ്റെ കുഞ്ഞുണ്ട്, അവന് 1.5 വയസ്സായേ ഉള്ളൂ. പിന്നെ അവനെ കാണുമ്പോൾ ഭയങ്കര കാര്യമാണ്. സാധാരണ നോർമലി ഒരാളെ കാണുമ്പോൾ അത് മനസ്സിലാവാത്ത ആളാണ്. പക്ഷേ അത് കാണുമ്പം നമ്മളിവിടെ കൊണ്ട് നിർത്തി കഴിഞ്ഞാലും ഒരു പ്രശ്നവുമില്ല, ഭയങ്കര സ്നേഹമാണ്. ഇപ്പോൾ രാവിലെ ഞാനൊരു 6 മണിയാകുമ്പം 5:30 കഴിയുമ്പം സൈക്ലിങ്ങിന് പോകും. ഞാൻ ഒരു 6:30-7 മണിയാകുമ്പോൾ തിരിച്ചെത്തും. 7 മണിക്ക് അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ഒരു 7:30 ഒരു 1.5 മണിക്കൂർ ഇതിനെ തുറന്നു വിട്ടേക്കും. പിന്നെ ഞാൻ ഓഫീസിൽ പോകുന്ന സമയം 8:30 ആകുമ്പോഴേ ഇതിനെ അടയ്ക്കത്തുള്ളൂ. അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ അമ്മയച്ഛനാണ് നോക്കുന്നത്. ഒരു 9 മണിയാകുമ്പം കാപ്പി കൊടുക്കും, ഉച്ചയ്ക്ക് ഫുഡ് കൊടുക്കും. രാത്രി ഞാൻ കഴിച്ചിട്ട് 10 മണിയാകുമ്പം എന്തെങ്കിലും ചെറുതായിട്ട്, ഉച്ചയ്ക്കാണ് ഹെവി ആയിട്ട് ഫുഡൊക്കെ കൊടുക്കുന്നത്. ബാക്കി വൈകുന്നേരം എന്തെങ്കിലും ചെറുതായിട്ട് അങ്ങനത്തെ കാര്യങ്ങളേ ഉള്ളൂ. വേറെ നോർമലല്ല, നമ്മളൊരു ആളെ വീട്ടിലെ അംഗം അത്രയേ ഉള്ളൂ. അങ്ങനെ മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. വീട്ടിലൊരു അംഗം തന്നെയാണ്. നമുക്ക് വേറെ ഒന്നുമില്ല, വീട്ടിലൊരു അംഗം തന്നെയാണ് ഉള്ളി. അതായത് നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ചിലവുണ്ടെങ്കിലോ വേറെ ഒരു കാര്യങ്ങളോ അവളെ കൊണ്ട് നമുക്കില്ല. വീട്ടിലൊരു അംഗം അത്രേ ഉള്ളൂ. ലാബിൽ ഇവളിൽ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷേ നമുക്ക് എല്ലാ പെറ്റ്സും ഉണ്ട്. അതായത് ഞാനീ വളർത്താത്ത പെറ്റ്സ് ഇവിടെ വളരെ കുറവാണ്. ലവ് ബേർഡ്സ് ആണെങ്കിലും ഫിഷ് ആണെങ്കിലും റാബിറ്റ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പ്രാവ് എല്ലാം ഉണ്ട്. എല്ലാം ഇപ്പം നിർത്തിയതാണ്. ലാബും പിന്നെ ഇവയും മാത്രമേ ഉള്ളൂ. മനസ്സന്തോഷം എന്ന് പറയുമ്പം വീട്ടിൽ ഓഫീസിൽ പോയിട്ട് തിരിച്ച് വരുമ്പം ഇതിനെ വൈകുന്നേരം കുറച്ച് നേരം ഞാൻ ഇങ്ങനെ നേരത്തെ പറഞ്ഞ ദിവസം ലേറ്റ് ആവണ ദിവസമില്ല അഴിച്ചു വിടാറുണ്ട്. നമുക്കൊരു സ്ട്രെസ് റിലീഫാണ് അഴിച്ചു വിടുമ്പോൾ. വേറെ എല്ലാം അതൊരു റിലീഫ് തന്നെയാണ്.